Nobody, starring Prithviraj Sukumaran, directed by Nisam Bashir and script by Samir Abdul. നിസാം ബഷീർ, സമീർ അബ്ദുൾ, റോഷാക്ക് എന്ന സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അവരുടെ രണ്ടാമത്തെ കൊളാബറേഷൻ രണ്ടാമത്തെ മൂവിയാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടുള്ള ഐ നോബഡി. ജൂലൈ 9 ഇന്ന് പടം റിലീസായി. ഫസ്റ്റ് ഡേ തന്നെ പടം കണ്ടു. ഞാൻ ഈ പടത്തിന് കമ്മിറ്റ് ചെയ്യാൻ കാരണം പൃഥ്വിരാജ് അല്ല, ഞാൻ മുൻപ് പറഞ്ഞ റോഷാക്ക് എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് മൂവീസ് ആണ്. അപ്പൊ നിസാം ബഷീറും സമീർ അബ്ദുളും എന്ത് മാജിക്കാണ് അവരുടെ രണ്ടാമത്തെ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ദൂരം വണ്ടിയൊക്കെ ഓടിച്ച് അറ്റ്മോസ്ഫിയർ തിയേറ്ററൊക്കെ കണ്ടുപിടിച്ച് ഞാൻ പടം കണ്ടു. പടത്തിനെ കുറിച്ചുള്ള വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, പബ്ലിക്കിന് പൃഥ്വിരാജിനോട് പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത, ഡയറക്ടേഴ്സിനോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ലാത്ത ഈ പടം ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പടം വർക്കാവില്ല. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ഉണ്ട് ഈ പടത്തിന്. ഓൾമോസ്റ്റ് അബവ് ആവറേജ് എന്ന് എനിക്ക് തോന്നിയൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഇതിന്റെ. നിസാം ബഷീറിന്റെയും സമീർ അബ്ദുളിന്റെയും കുറെ അടിപൊളി കോൺസെപ്റ്റ്സ് ഒക്കെ അവർ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ആ ഫസ്റ്റ് ഹാഫിലാണ്. ആ ഫസ്റ്റ് ഹാഫിൽ അവർ കുറെ കോൺസെപ്റ്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നോബഡി, അതായത് ആരും അല്ലാത്ത ഒരാള്, ആരും അല്ലാത്തവൻ, സിസ്റ്റത്തിൽ ആരും അല്ലാത്തവൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് അവരിതിനകത്ത് പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ പൃഥ്വിരാജ് ആ റോള് പ്ലേ ചെയ്യുമ്പോൾ ഇനി കുറെ ആൾക്കാർക്ക് തോന്നുന്നു ഞാൻ ഐ എം ബീങ് വെരി ബയസ് ടുവേർഡ്സ് പൃഥ്വിരാജ്, ഓർ ഐ എം ബീങ് വെരി എന്താ പറയുക അൺറിയലിസ്റ്റിക് അബൌട്ട് പൃഥ്വിരാജ്. ഐ ജനറലി ഫീൽ പൃഥ്വിരാജ് ചില റോൾസ് ചെയ്യുമ്പോൾ ഭയങ്കര നാടകീയത അതിലേക്ക് വരാറുണ്ട്. പുള്ളി ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴും ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് പസ്കരേട്ട അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പഴയ നാടകമൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. ഈ പടത്തിൽ പുള്ളി ഒരു പഞ്ചഭാവമായിട്ടാണ് അഭിനയിക്കേണ്ടത്. പഞ്ചഭാവം എന്ന് പറഞ്ഞാൽ ആരും അല്ലാത്ത ഒരാളായിട്ടാണ് അഭിനയിക്കേണ്ടത്. അത് പുള്ളി അഭിനയിക്കുമ്പോൾ, പുള്ളി മസിലൊക്കെ പിടിച്ച് അഭിനയിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി എനിക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല പുള്ളിയെ ക്യാരക്ടറായിട്ട്. ഇനിയിപ്പോൾ പുള്ളിയെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ഈ പടം പോയി കാണണമെന്ന് വിചാരിച്ചാൽ പോലും ഇതിന്റെ സെക്കൻഡ് ഹാഫിന്റെ റൈറ്റിംഗ് ഇത്തിരി കബൂറാണ്, ഇത്തിരി പ്രശ്നമാണ് ഇതിന്റെ സെക്കൻഡ് ഹാഫിലെ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തലവേദന എടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് ഹാഫിന്റെ ഒക്കെ ആ ഒരു എൻഡ് ക്ലൈമാക്സിന്റെ തേർഡ് ആക്ടിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രൈഡ് ആവും. കാരണം എവിടെ നിന്നും ഇല്ലാത്ത കുറെ ആൾക്കാരും കുറെ കോൺസെപ്റ്റ്സ് ഒക്കെ അവസാനം കൊണ്ടുവച്ച് പടം അവസാനം നല്ല രീതിക്ക് പാളിയെന്ന് തന്നെ പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫ് നല്ല തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് വർക്കായ ഒരു ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും പടം നമ്മൾ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിൽ ഞാൻ ഓൾമോസ്റ്റ് പടം തീരുന്നതിന് മുൻപ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. ഞാൻ അങ്ങനെ വളരെ റെയറായിട്ട് അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഐ നോബഡി ഒരു ഡിസപ്പോയിന്റിംഗ് മൂവിയാണ്. ഇനി ഹാർഡ് കോർ പൃഥ്വിരാജ് ഫാൻസിന് രാജുവേട്ടനെ സ്നേഹിച്ചേ മതിയാവൂ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഈ പടം തിയേറ്ററിൽ പോയി കാണാം അറ്റ് യുവർ ഓൺ എക്സ്പെൻസ്. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇഫ് യു വാണ്ട് ടു സേവ് യുവർ സാനിറ്റി ആൻഡ് സേവ് യുവർ മണി, ഐ വുഡ് സേ വാച്ച് ഇറ്റ് ഓൺ OTT. You will still regret it. That's about I Nobody.